ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർപെക്സ്. നമ്മളിപ്പം സബ്ഫോമീറ്റർ എസ് യു വിസിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടോപ്പ് 10 എസ് യു വിസിൻ്റെ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും സെയിൽസ് നോക്കിയതാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അബവ് 4 മീറ്റർ കോമ്പാക്ട് എസ് യു വിസ് അഥവാ 4.2 to 4.4 മീറ്റേഴ്സ് വരെ ലെങ്ത് വരുന്ന വാഹനങ്ങളുടെ സെയിലാണ്. 14 വണ്ടികളുണ്ട്. ഇതിൽ 14th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സിട്രോയിൻ്റെ ബസാൾട്ട് ആണ്. ഈ വണ്ടിക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം സക്സസ്ഫുൾ ആയിരുന്നു. 200, 300, ഒരു സമയത്ത് 700 റേഞ്ചിലൊക്കെ ഒരു വണ്ടി വിറ്റിട്ടുണ്ട്. അത് 8 മാസം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഈ വണ്ടി ഡൗൺഫോൾ തുടങ്ങി. നമുക്ക് കഴിഞ്ഞ മാസം ജസ്റ്റ് 37 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ അതിന് കിട്ടിയിട്ടുള്ളൂ. ജാനുവരി 2025, അതായത് മന്ത് ഓൺ മന്തിൽ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ സെയിൽ വളരെ കുറവാണ്. 61 വണ്ടികളുടെ സെയിൽ കഴിഞ്ഞതിന് മുന്നത്തെ മാസം ഉണ്ടായിരുന്നുള്ളൂ. അതായത് 24 വാഹനങ്ങളുടെ വ്യത്യാസവും 39.34% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിലെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി ഇതാണ്. അപ്പോൾ ആദ്യത്തെ ഏതാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അതും മറ്റാരുമല്ല, സിട്രോയിൻ്റെ സ്വന്തം വണ്ടിയായ C3 എയർക്രോസ് ആണ്. ഇപ്പോൾ ഇതിനെ ഒരു C3 എന്ന് വിളിക്കുന്നില്ല, ജസ്റ്റ് എയർക്രോസ് എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ. എന്തായാലും കഴിഞ്ഞ മാസം 43 വണ്ടികളുടെ സെയിലാണ് ഇതിനും കിട്ടിയത്. വലിയ വ്യത്യാസമൊന്നുമില്ല. കഴിഞ്ഞതിന് മുന്നത്തെ മാസം ജാനുവരിയിൽ 107 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 64 വാഹനങ്ങളുടെ വ്യത്യാസവും 59.81% ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്. ഇത്രയും വലിയ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് രണ്ട് വാഹനങ്ങൾക്ക് വരാനുള്ള കാരണം സെയിൽസിൻ്റെ നമ്പർ വളരെ കുറവായതുകൊണ്ടാണ്. അതായത് ഈ സെയിൽസിൻ്റെ നമ്പർ കുറയുന്നതനുസരിച്ച് നമുക്ക് വരുന്ന ഡിഫറൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് കണക്കെടുക്കുമ്പോൾ അത് മുകളിലേക്ക് പോകും. അതാണ് സംഭവിക്കുന്നത്. എന്തായാലും സിട്രോയിൻ ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഒരു കംബാക്ക് നടത്താൻ എന്താ ചെയ്യുക എന്ന് എനിക്കറിയില്ല. അവരെന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ഇതിപ്പോൾ വളരെ മോശം അവസ്ഥയിലാണ് സിട്രോയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിവേ, ഇനി അടുത്ത് നമ്മുടെ 12th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം MG ആസ്റ്റർ ആണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 264 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കുറച്ചധികം മോശമാണ്. ഇത് പിന്നെ ഇറങ്ങിയ സമയത്ത് 1000-നടുത്തൊക്കെ സെയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അധികം ആൾക്കാർ ഇതിനെപ്പറ്റി ചോദിക്കാറില്ല. ജാനുവരിയിലാണെങ്കിലും ജസ്റ്റ് 190 വാഹനങ്ങളുടെ സെയിൽ ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 74 വാഹനങ്ങളുടെ വ്യത്യാസവും 38.95% ഗ്രോത്ത് റേറ്റും. ഗ്രോത്ത് വന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും ലോ വോളിയം സെയിൽസ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഗ്രോത്ത് ഇത്രയും കൂടിയിരിക്കുന്നത്. പെർസെൻറ്റേജ് കണക്കിൽ നോക്കാനാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്തിൽ വന്ന വണ്ടിയും കൂടിയാണിത്. ബൈ ദ വേ, നമ്മുടെ ഈ ലിസ്റ്റിൽ ആകെപ്പാടെ 5 വണ്ടികൾക്ക് മാത്രമേ ഗ്രോത്ത് ഉള്ളൂ. ബാക്കി വണ്ടികൾക്കെല്ലാം തന്നെ ഡീ ഗ്രോത്ത് ആണുള്ളത്, അതും 14 വണ്ടികളിൽ. അടുത്ത നമ്മുടെ 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം XUV 400 ആണ്. ഈ വണ്ടിക്ക് കഴിഞ്ഞ മാസം 322 വാഹനങ്ങളുടെ സെയിൽ ലഭിച്ചിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും സെയിൽ ലഭിക്കേണ്ട കാര്യം പോലും ഇല്ല. കാരണം മഹീന്ദ്രയുടെ തന്നെ ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 2 ഇലക്ട്രിക് വാഹനങ്ങൾ അവർ ഈ അടുത്ത് കാണിച്ചിട്ടുണ്ട്. അത് ആൾക്കാർക്ക് വണ്ടി ഡെലിവറി കൊടുത്ത് തുടങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ XUV 400 അവർ ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഈവൻ 3XOയിൽ വരെ നമുക്ക് പുതിയ ഡിസൈനും ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ വന്നു. 400 അവർ ആപ്പാടെ ഇൻഫോടൈം സിസ്റ്റം, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ മാത്രം മാറ്റിയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ വണ്ടിക്കും 3XOയിൽ വന്നൊരു മേജർ മേക്ക് ഓവർ വരണം. ഉടനെ തന്നെ 3XO ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് വരുമെന്ന് പറയുന്നുണ്ട്. 400യുടെ കാര്യം ഇപ്പോഴും സംശയമാണ്. ഇനി അടുത്ത നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം MGയുടെ ZS EV ആണ്. അതെ, വളരെ ശരിയാണ്. നമ്മുടെ ZSൻ്റെ പെട്രോൾ വേർഷനായ ആസ്റ്ററിനേക്കാൾ കൂടുതൽ സെയിൽസ് ആണ് ZS EVക്ക് ഇപ്പം MGക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം 399 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. 2025 ജാനുവരിയിൽ, അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം നമുക്കിതിന് 265 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 134 വാഹനങ്ങളുടെ വ്യത്യാസവും 50.57% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഹൈ ആണ്. നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം MGയുടെ ZS EV തന്നെയാണ്. ഇനി അടുത്താണ് നമ്മുടെ മഹീന്ദ്രയുടെ BE6. ഇതിപ്പോൾ എങ്ങനെ ഈ ലിസ്റ്റിൽ വന്നു എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ എണ്ണമാണിത്. കഴിഞ്ഞ മാസം 991 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ജാനുവരി 2025 700 വണ്ടികളുടെ സെയിലാണ് ഇതിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ബേസിക്കലി ഫാക്ടറി ഡിസ്പാച്ച് യൂണിറ്റ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മാർച്ച് മുതൽ ഡെലിവറി കൊടുത്തു തുടങ്ങും എന്നായിരുന്നു മഹീന്ദ്ര പറഞ്ഞിരുന്നത്. എനിവേ, നമുക്കിനി ഇതിനെ കമ്പയർ ചെയ്യാനാണെങ്കിൽ 291 വാഹനങ്ങളുടെ വ്യത്യാസമാണ് സെയിൽസിൽ വന്നിരിക്കുന്നത്. 41.57% ഗ്രോത്ത് റേറ്റും ഉണ്ട്. അതായത് ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടിയും കൂടിയാണ് BE6. ഇനി നമ്മുടെ അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സ്കോഡയുടെ കുഷാക്കാണ്. കയ്യിലേക്ക് വന്നപ്പോൾ ഈ വാഹനം ഏകദേശം ഒന്ന് ഡൈല്യൂട്ടായി പോയ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ മാസം ജസ്റ്റ് 1035 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ അതിന് കിട്ടിയിട്ടുള്ളൂ. സാധാരണഗതിയിൽ 1500 to 1300 ഇടയിലേക്കാണ് വരാറുള്ളത്. ഈവൻ ജാനുവരിയിൽ നോക്കാനാണെങ്കിലും 1371 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം 1000-നടുത്തോട്ട് താഴത്തേക്ക് പോയിട്ടുണ്ട്. 336 വാഹനങ്ങളുടെ വ്യത്യാസം 24.51% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇതിലിനിയിപ്പോൾ അവരൊരു മേജർ ഫേസ് ലിഫ്റ്റ് ഒക്കെ കൊടുക്കാണ്ട് സസ്റ്റെയിൻ ചെയ്തു പോകാൻ കുറച്ച് പാടാണ്. കാരണം കോമ്പറ്റീഷനുള്ള ബാക്കി വണ്ടികളിലെല്ലാം ഫീച്ചേഴ്സ് ലിസ്റ്റ് തന്നെ ധാരാളമാണ് ഈ വണ്ടി ആരും എടുക്കാതിരിക്കാൻ. ഇപ്പോൾ ആൾക്കാർ കൂടുതലും ഫീച്ചേഴ്സ് നോക്കിയാണല്ലോ വാങ്ങുന്നത്. പിന്നെ ഈവൻ നമ്മുടെ ഹ്യുണ്ടായി ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെയൊക്കെ പെട്രോൾ എഞ്ചിൻസ് ഇപ്പോൾ ടെർബോയിലും വളരെ അഡ്വാൻസ്ഡ് ആണ്, നല്ല പവർഫുൾ ആണ്. അതുകൊണ്ട് ആ ഒരു കേസിന് നമുക്കിനി ഇത് എടുക്കാൻ പറ്റില്ല. ആകെപ്പാട് ഇവർക്ക് പറയാൻ പറ്റുന്ന ഹാൻഡ്ലിങ്, സ്റ്റെബിലിറ്റി, ഡൈനാമിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ 7th പൊസിഷനിൽ നിൽക്കുന്ന ഫോക്സ്വാഗൺ ടൈഗൺ ആണ്. ഇതിനും കഴിഞ്ഞ മാസം ജസ്റ്റ് 1271 വണ്ടികളുടെ സെയിലേ കിട്ടിയിട്ടുള്ളൂ. ജാനുവരി
ജാനുവരി മാസത്തിൽ 1548 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 277 വണ്ടികളുടെ വ്യത്യാസം 17.89% ഡീഗ്രോത്ത് റേറ്റുമാണ് നമുക്കതിന് മന്ത് ഓൺ മന്തിൽ വന്നിരിക്കുന്നത്. സോ ബേസിക്കലി രണ്ട് വാഹനങ്ങൾക്കും ഡീഗ്രോത്ത് തന്നെയാണ് മന്ത് ഓൺ മന്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അടുത്ത ഇതുപോലെ തന്നെ കുറച്ചധികം മോശാവസ്ഥയിലിരിക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഹോണ്ട എലവേറ്റ്. ഇത് ഇനീഷ്യലി ഇറക്കിയ സമയത്ത് 4000-5000 വരെയൊക്കെ വെച്ച് മാക്സിമം സെയിൽ പോയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസം പിന്നെയും 1400, അതായത് 1464 വാഹനങ്ങളുടെ ഒരു ലിസ്റ്റിലേക്ക് സെയിൽ താഴ്ന്നിട്ടുണ്ട്. ജാനുവരിയിൽ 1773 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതാണ്. 380 വാഹനങ്ങളുടെ വ്യത്യാസം 17.43% ഡീഗ്രോത്ത് റേറ്റ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയാണ് ഹോണ്ടയ്ക്ക് സത്യം പറഞ്ഞാൽ ലൈഫ് സേവറായിട്ട് ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷെ അതും സംഭവിച്ചില്ല. എങ്ങനെയായാലും ഒരു 4000 വെച്ചൊക്കെ വിൽക്കാൻ പറ്റിയിരുന്നത് നല്ലതായിരുന്നു. ഇതിപ്പോൾ ഇന്ത്യയിൽ അത്രയും പോപ്പുലർ അല്ലെങ്കിലും ജപ്പാനിൽ ഈ വാഹനത്തിന് ഹോണ്ടയ്ക്ക് അത്യാവശ്യം നല്ല സെയിൽ കിട്ടുന്നുണ്ട്. പോപ്പുലർ അല്ല ഇൻ ദ സെൻസ് സെയിൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് മോശമാണ്. അല്ലാതെ ഇതിനെപ്പറ്റി ആർക്കും അറിയില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നമ്മുടെ ഈ ലിസ്റ്റിൽ 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റ കർവാണ്. ഈ വണ്ടിയുടെ പെട്രോൾ മുതൽ ഇലക്ട്രിക്കിൻ്റെയും സെയിൽസ് കമ്പൈൻഡ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ മാസം ജസ്റ്റ് 3483 വാഹനങ്ങളുടെ സെയിൽ ഇതിന് കിട്ടിയിട്ടുള്ളൂ. ജാനുവരി മാസത്തിൽ 3087 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് പറഞ്ഞു വരുമ്പോൾ 396 വാഹനങ്ങളുടെ വ്യത്യാസവും 12.83% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതിൻ്റെ ഒരു സെഗ്മെൻറ്റ് പുതിയതാണെന്ന് നമുക്കറിയാം. ബസാൾട്ട് ഇറങ്ങി ഇപ്പം ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത് ബസാൾട്ടിനും ഒരു പടിയും കൂടെ മുന്നിൽ നിൽക്കുന്ന സെഗ്മെൻറ്റിലാണെന്ന് പറയും. കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണ് ബസാൾട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഈ വണ്ടിയും അത്ര വലിയൊരു സക്സസ് ആണെന്ന് പറയേണ്ടി വരില്ല. ഇനിയിപ്പം ടാറ്റയുടെ സിയറയൊക്കെ വന്നിട്ട് വേണം അവർക്ക് നമ്മുടെ ഒരു ക്രെറ്റയുടെയൊക്കെ സൈസിൽ നിൽക്കുന്ന ഒരു വാഹനങ്ങളുടെ കാറ്റഗറിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടൊയോട്ടയുടെ ഹൈറൈഡറാണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 4314 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ജാനുവരിയിൽ 4941 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. 627 വാഹനങ്ങളുടെ വ്യത്യാസവും 12.69% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇത് പിന്നെ ഇറങ്ങിയ കാലം തൊട്ട് ഏകദേശം 4000 to 5000 ഇടയിലാണ് സെയിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനില്ല. ഇനി അടുത്ത നമ്മൾ ടോപ്പ് 10 SUVസിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോഴും ഈ ലിസ്റ്റിൽ ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു വാഹനമാണ്. അതാണ് കിയയുടെ സെൽറ്റോസ്. കിയയുടെ വാഹനങ്ങൾ പണ്ടൊക്കെ ടോപ്പ് 10 SUVസിൻ്റെ ഒക്കെ ലിസ്റ്റിൽ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ലിസ്റ്റിൽ ബാക്കി SUVകളുടെയൊക്കെ സെയിൽ കൂടിയതുകൊണ്ട് മിനിമം വരുന്നത്, അതായത് 10th പൊസിഷനിൽ വരുന്ന വണ്ടിക്ക് വരെ ഏകദേശം ഒരു 10000 സെയിൽ ഉണ്ടാവും. ഈ വണ്ടിക്കാണെങ്കിൽ കഴിഞ്ഞ മാസം ആകെപ്പാട് 6446 വണ്ടികളുടെ സെയിൽ കിട്ടിയിട്ടുള്ളൂ. മിക്ക മാസങ്ങളിൽ ഇപ്പോൾ സെൽറ്റോസിന് ഒരു 6000 to 8000 ഇടയിൽ സെയിൽസ് കിട്ടാറുള്ളൂ. ജാനുവരിയിലാണെങ്കിലും 6470 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. വളരെ കൺസിസ്റ്റൻ്റ് ആണ്. 24 വണ്ടികളുടെ വ്യത്യാസം 0.37% ഡീഗ്രോത്ത് റേറ്റ് ഒക്കെ ഉള്ളൂ. അതുപോലെ തന്നെയാണ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ഗ്രാൻഡ് വിറ്റാര. ഏകദേശം ഈ ഒരു ലിസ്റ്റിൽ സെക്കൻഡ് പൊസിഷനിലായിരിക്കും എന്നുള്ളത് ഈ വണ്ടി ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 10669 വണ്ടികളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. ജാനുവരിയിൽ കുറച്ചധികം സെയിൽ കിട്ടിയായിരുന്നു, 15784 യൂണിറ്റ്സിൻ്റെ. എന്തായാലും അതിപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. 5115 വണ്ടികളുടെ വ്യത്യാസം 32.41% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ലഭിച്ച വണ്ടിയും ഇതാണ്. ഈ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്പർ 1 ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഹ്യുണ്ടായുടെ ക്രെറ്റ തന്നെയാണ്. ഇപ്പോൾ ക്രെറ്റ ഇലക്ട്രിക്കും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്ന് മാത്രം. 16317 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം ലഭിച്ചത്. 2025 ജാനുവരിയിൽ 18522 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. അതായത് 2205 വാഹനങ്ങളുടെ വ്യത്യാസവും 11.9% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഒക്കെ ചെക്കൗട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 14 അബവ് 4 മീറ്റർ കോമ്പാക്ട് SUVസിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you for watching my video and goodbye.